ഈ ഒരു വീഡിയോ ദുബായിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കാണുന്നില്ല, സ്കിപ്പ് അടിച്ചു കിടന്നു. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ദുബായിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പാസ്പോർട്ടൊക്കെ സീൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സിം കിട്ടും. ഇത് വലിയ കാര്യമൊന്നല്ല. എന്നാൽ അർജന്റായിട്ട് ആരെങ്കിലും കോൾ ചെയ്യണം അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സിം ഇട്ട് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. രണ്ടാമത്തെ കാര്യം, എയർപോർട്ടിൽ നിങ്ങൾ ആരും പിക്ക് ചെയ്യാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ പുറത്തിറങ്ങുക, ഈ കാണുന്ന RTA ടാക്സി മാത്രം എടുത്ത് പുറത്തോട്ട് പോവുക. അതല്ലാതെ ആരെങ്കിലും ഒരാൾ പരിചയത്തിൽ കൈ കാണിച്ച് വാ മോനെ എന്റെ കയ്യിൽ ടാക്സി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ചെല്ലുമ്പോൾ ദേഹം എടുക്കുന്നു ലക്ഷൂറിയസ് ആയിട്ടൊരു ലെക്സസ്. കണ്ണു തള്ളി. ഡ്രൈവർ നിങ്ങളെ കറക്റ്റ് ആയിട്ട് എത്തിക്കുന്ന സ്ഥലത്ത് എത്തിക്കും, പക്ഷെ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ചിട്ടായിരിക്കും എത്തുക. അപ്പോൾ ബില്ല് എത്രയെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും ഒരു 100 ദിറം തന്നാൽ മതി, പുതിയ ആളല്ലേ. അപ്പൊ നമ്മൾ പേഴ്സിൽ നോക്കുമ്പോൾ നാട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന കാശൊക്കെ ഇരിക്കുന്നു 100 ദിറം. കുഴപ്പമില്ല, ചെറുതല്ലേ എന്ന് വിചാരിച്ചെടുത്ത് കൊടുക്കും. പിന്നെ നിങ്ങൾ ഈ 100 ദിറത്തിന്റെ വാല്യൂ അറിയണമെങ്കിൽ മിനിമം ഒരു 2 മാസം അവിടെ പണിയില്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴേ അറിയൂ 100 ദിറത്തിന് എന്തൊക്കെ ഫുഡ് വാങ്ങി കഴിക്കായിരുന്നു എന്നുള്ളത്. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കോൺടാക്ട് ചെയ്യണം, എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്ന് അറിയാണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ എപ്പോഴും മൈൻഡിൽ വെക്കുക. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവർ സ്പോട്ടിലെത്തി ചെയ്തു തരും. അപ്പൊ ശരി, ബൈ ബൈ.